കിഴക്കൻ സിറിയയിലെ അൽ-മിസ്രയുടെ തുർക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്നും 6 കുട്ടികൾ ഉൾപ്പെടെ 12 പേർ മരിച്ചെന്നും SDF പറയുകയുണ്ടായി. ആഭ്യന്തര യുദ്ധകാലത്ത് അസാദിനെതിരെ പോരാടിയ വിമത സംഘങ്ങൾക്കിടയിൽ അദ്ദേഹം പുറത്താക്കിയ ശേഷവും ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് SNA മൻജി പിടിച്ചതിനെ കണക്കാക്കപ്പെടുന്നത്. അസാദിനെ പുറത്താക്കിയ വിമതർക്കിടയിൽ തന്നെ ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി അഭിപ്രായ ഭിന്നതകൾ ഉയർന്നത് സിറിയൻ ജനതയ്ക്ക് തന്നെ വിനയായി മാറാനാണ് സാധ്യതയെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ഇപ്പോൾ പറയപ്പെടുന്നത്. വിമത നേതാക്കൾ പലരും നേരത്തെ അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവർ ആയിരുന്നു എന്നതും ഇക്കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യവുമാണ്. നിലവിലെ പ്രശ്നങ്ങൾ മുതലെടുത്ത് ISIS പോലുള്ള തീവ്രവാദികൾ വീണ്ടും തലപൊക്കാനും അഫ്ഗാനിസ്ഥാനിനെ പോലെ താലിബാൻ മോഡൽ നടപ്പിലാക്കാനും സാധ്യതയുണ്ടെന്നും പലരും ഭയപ്പെടുകയും ചെയ്യുന്നു. വിമത നേതാവായ ജൂലായനെയും അനുയായികളും ഇപ്പോൾ പറയുന്നത് പുതിയ ഭരണത്തിൽ ജനങ്ങൾക്കുമേൽ സ്ത്രീകളുടെ നേരെ കർശനമായ വിലക്കുകൾ ഒന്നും കൊണ്ടുവരില്ല എന്നാണ്.